നമസ്കാരം, ആരോപലാണേ. ഞങ്ങൾ അവിടുന്ന് ലോഡൊക്കെ എടുത്ത് പാലക്കാടെത്തി. പാലക്കാടാണ് നിൽക്കുന്നത്. നമ്മൾ ആ വഴിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവിടെ കയറി വന്ന് നമ്മുടെ വണ്ടി ആ ലോഡ് കയറ്റിയിട്ടേക്കുന്ന വണ്ടി നമ്മുടെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വന്ന് കുളിക്കാം എന്നുള്ള പ്രോഗ്രാമിലാണ്. ഞങ്ങൾ കുളിക്കാനായിട്ട് ഇവിടെ കയറിയേക്കുക. അപ്പം ഇനിയിപ്പം കുറേ ദൂരം ഉണ്ടാവും. ഇവിടുന്ന് കുളിച്ചൊക്കെ പോകാമെന്നുള്ള രീതിയിലിരിക്കുകയാണ്. പാലക്കാടിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളവിടെ ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, ഈ വഴി ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. ഞങ്ങളവിടെ വന്നപ്പോഴാണെന്ന് കുളിക്കാമെന്ന് ഓർത്ത് അവിടെ കയറിയതാണ്. തമിഴ്നാട്ടിലൊന്നും വെള്ളം ശരിയാകുന്നില്ല, മുടിയക്കൊക്കെ എന്തോ ഒരു ഇതുപോലെ. അപ്പം പാലക്കാട് കയറിയിട്ട് നമുക്ക് കുളിക്കാം, ഫ്രഷ് ആവാന്നുള്ള രീതിയിലാണ് പോകുന്നത്. നൈറ്റ് ഡ്രൈവായിരുന്നു, വണ്ടി ഒതുക്കിയില്ല. ലോഡ് കയറ്റുന്ന സമയം മാത്രമേ ഉറങ്ങിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു, നേരെ പോന്നു. ചേട്ടായി ഇനിയിപ്പോൾ കൊല്ലത്തേക്ക് പോകുന്നു. ഞാൻ കൊല്ലത്തേക്ക് പോകുന്നില്ല, എനിക്ക് ചെന്നിട്ട് നാട്ടിൽ ചെല്ലേണ്ട ചെറിയ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഞാൻ ഇവിടുന്ന് അങ്കമാലി ഇറങ്ങിയിട്ട് അങ്കമാലിയിൽ നിന്ന് പോകാമെന്നോർത്താണ് ഇരിക്കുന്നത്. അങ്കമാലിയിൽ നിന്ന് കാലടി വഴിക്ക് പോകാമെന്നോർത്തായിരിക്കുന്നത്. ആ വഴിക്ക് വണ്ടിക്ക് പോകുകയാണെങ്കിൽ എളുപ്പമുണ്ട്, നമുക്ക് പെട്ടെന്നില്ല. പെരുമ്പാവൂർ എന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടി കിട്ടും. അതാകുമ്പം വണ്ണപ്പുറം വഴിയോ അല്ലെങ്കിൽ നേരിമംഗലം വഴിയോ നമുക്ക് രണ്ട് വഴിക്കും പോകാം. പഠിച്ചിട്ട് വണ്ടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പോകാമെന്നോർത്താണ് ഇരിക്കുന്നത്. നല്ല ക്ഷീണമുണ്ടോ, ഉറപ്പ് ക്ഷീണമുണ്ടോ, നന്നായിട്ട് പോയി ഉറങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൊല്ലത്തേക്ക് വരാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നാട്ടിൽ അത്യാവശ്യമായിട്ട് ചെല്ലണം. അതുപോലെ എനിക്ക് നാളെ കഴിഞ്ഞ് കുറച്ച് പ്രോഗ്രാം ഉണ്ട് അവിടെ. അടുത്ത ആഴ്ച നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ തിരിച്ച് എറണാകുളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നല്ല നല്ല കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. എറണാകുളത്തെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കുറേ നല്ല വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം എറണാകുളത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാട്ടിൽ കുറച്ച് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് ഞാൻ ഇന്നിപ്പോൾ പോകുന്നത്. പിന്നെ നമ്മൾ പ്രതീക്ഷേനൊക്കെ കൂടുതൽ ദിവസം അവിടെ ഹാൾട്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസങ്ങൾ കടന്നു പോയപ്പം അത് ചെറിയ പ്രശ്നമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ചേട്ടായി കുളിക്കാൻ കയറിയേക്കുക. പുള്ളി കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കയറാൻ. സോപ്പ് വേറെ ഉണ്ടായിരുന്നു, വണ്ടിക്ക് എടുത്തില്ല. അതുകൊണ്ട് ചേട്ടായി കുളിച്ചിട്ട് ഇനി ഇറങ്ങിയിട്ട് വേണം കയറാൻ. എന്തായാലും ഇനി അങ്കമാലി ചെന്നിട്ട് കാണാം. അപ്പോൾ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. ഞാനിതൊന്നും കഴിച്ചില്ലായിരുന്നു. എന്താ ഫുഡുള്ളത് നോക്കാം. കഴിക്കാൻ കയറിയതാ കേട്ടോ. ഇലയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ചുവന്ന ഷർട്ടിട്ട പുള്ളിയാണ്. പൊറോട്ടയും കടലക്കറിയാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് വരുമ്പോൾ നോക്കാം. നമുക്കാണ് തോന്നെടുക്കുന്നത്. അതിനി കഴിച്ചിട്ട് കാണാവേ. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൻ്റെ ബാക്കി വശം കേട്ടോ. പാലക്കാട് തന്നെയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ കൊക്കും. കൊക്കിനെ ഒന്നും കാണാൻ പോലും ഇല്ലല്ലോ. എന്തോ എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ കാണുന്ന കേട്ടോ നൊങ്ക് കിട്ടുന്ന പന. ഇതാണ് നൊങ്കിൻ്റെ പന. ഇത് നമ്മുടെ അവിടെ ഒന്നുമില്ല. ഈ പ്രദേശം തമിഴ്നാട്ടിലേക്കേ ഉള്ളൂ. വലിയ വൃത്തിയൊന്നുള്ള ഹോട്ടലല്ല. ഇവർക്ക് ഭയങ്കര ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു. അത് നമുക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ വെച്ച് കളയുക ചെയ്ത്. ഇതുണ്ടോ, ഇത് ഈ കാണുന്ന ഏരിയ മുഴുവൻ ഈ നൊങ്കിൻ്റെ ആ പന കേട്ടോ. ഇത് ചെത്തിയിട്ട് നമ്മുടെ അവിടെ വെച്ച് വരവുകളിലായിട്ട് വരുന്നത്. ഇത് മുഴുവൻ നൊങ്കിൻ്റെ പനയായി നിൽക്കുന്നത്. അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ. ഞാറ നട്ടേക്കുന്ന കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ചെറുതായിട്ടുള്ള പാടങ്ങളാട്ടോ. കാണുന്നതൊക്കെ ചെറിയ ആറ് പോലുള്ള കാഴ്ചകളാണ്.
പുതിയ ടണൽ വന്നത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഇതെടുക്കുന്നത്. ഇതാണ് പുതിയ ടണൽ. എത്ര കിലോമീറ്റർ ഉണ്ട്? 1/2 കിലോമീറ്ററോ? 1 കിലോമീറ്റർ അല്ലേ? ഇതാണ് തൃശ്ശൂരിന് മുമ്പുള്ള ടണൽ. നമ്മൾ മൂവാറ്റുപുഴയാണോ നിൽക്കുന്നത്? ചേട്ടായി മൂവാറ്റുപുഴ എന്നെ കൊണ്ടാക്കിയിട്ട് പോയി. നമ്മൾ ബസ് നോക്കി നിൽക്കുക. എന്നൊരു ചേട്ടൻ, ഓട്ടോ ചേട്ടൻ ഇവിടെ കൊണ്ട് വിട്ടു. ഇവിടെ നിന്നാമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് വണ്ടി നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഈ വന്നിരിക്കുന്ന വണ്ടി മൂവാറ്റുപുഴ കോതമംഗലമാണ്. നമുക്ക് പോകേണ്ടത് വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വണ്ണപ്പുറം ബസ് നോക്കി നിൽക്കുകയാണ്. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് വണ്ടി കിട്ടിയിട്ട് കാണാം. ഇനി വണ്ടി എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല. ആൾ പറഞ്ഞ് ഇവിടെ നിന്നാൽ മതി, ഇവിടുന്ന് കയറാമെന്നാണ് പറഞ്ഞത്. പ്രൈവറ്റ് വണ്ടിയാണ് കൂടുതൽ, KSRTC ആ വഴിക്ക് കുറവാണെന്ന് പറഞ്ഞത്. നമുക്ക് ആ വഴിക്ക് പോകുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ചുറ്റാണ്. എന്തായാലും ബസ് വരുമോ നോക്കാം. നാട്ടിൽ വന്നു കേട്ടോ. വണ്ടി വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ഞാൻ നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു. വണ്ടി കയറി ഇരുന്ന വണ്ടികളിലെല്ലാം ഇരുന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നാട്ടിൽ വന്നു. ഇതെൻ്റെ വീടിൻ്റെ താഴെ നിൽക്കുന്നത്. അപ്പം അജിത്തും വിഷ്ണുവും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരാഴ്ചയായാലും കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് അവന്മാർ ഇപ്പം ഇവിടെ സിറ്റിയിലുണ്ടായിരുന്നു. അവന്മാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. മുണ്ട കൊടുത്തേക്കുന്നത്. ഈ ഷർട്ട് മാറിയില്ല. ഷർട്ട് രാവിലെ ഇട്ടല്ല, അതുകൊണ്ട് ഒന്നും മാറിയില്ല. മുണ്ട് മാറി മുണ്ട കൊടുത്തേക്കുന്നു. അപ്പോൾ എന്തായാലും അവരെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തപ്പം അതിൻ്റെ അകത്ത് ഇന്നലത്തെ വീഡിയോ ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല. ഇന്നലെ നമ്മൾ ലോഡ് എടുക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്ത് ഒട്ടും റേഞ്ചില്ലായിരുന്നു. റേഞ്ചിന് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് രാവിലെ അവിടെ നിന്ന് ഞങ്ങൾ ലോഡ് എടുത്ത് പോകുന്നതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വീഡിയോ അപ്ലോഡ് ആയത്. ഇപ്പം നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലിട്ട വീഡിയോയ്ക്കകത്ത് എല്ലാം 6 മണിയിൽ നിന്നാണ് സമയം ഇട്ടിരുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ലേ സമയം മാറിപ്പോയത്. ഞാൻ ആ സമയത്ത് പലതവണ ശ്രമിച്ചു, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ 4G കാണിക്കും, പക്ഷേ 5G കാണിക്കും, 4G കാണിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് 2Gയിലേക്ക് തന്നെ വരും. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തത്. ഇന്ന് രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം കുറച്ച് ഏരിയ ഇങ്ങോട്ട് പോകുന്നായിരുന്നു, അവിടെ നിന്ന് പോകുന്നായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കുറച്ച് ഉള്ളിലായിരുന്നു ആ ഏരിയ. അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യാൻ ഉള്ള പരിപാടി, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.